ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നഷ്ടപ്പെട്ടപ്പോ ഉണ്ടായ വേദന ഒരു തീരാ ദുഃഖമായി, ഒരിക്കൽ ഉണങ്ങാത്ത മുറിവായി എന്റെ നെഞ്ചി കിടക്കുക. അതെ, അതങ്ങനെ കിടക്കുന്ന തന്നെയാ നല്ലത്. ഇനി ഇനി എനിക്കത് വേണ്ട. അത് ഞാൻ തീരുമാനിച്ചുറപ്പിച്ച കാര്യമാ. എന്തൊക്കെ നീ പറയുന്നേ? നിനക്ക് വേണ്ടെങ്കിലേ എനിക്ക് വേണോ അത്? കാരണം അതെന്റെ മുതലാ, എന്റെ വീർപ്പാ. ചുമ്മാ അതൊക്കെ പറഞ്ഞേ, തിരിച്ചു കിട്ടും മുതൽ നഷ്ടപ്പെടുത്താൻ എന്നെ കൊണ്ടാവത്തില്ല. സത്യാമ്മ പോലെ തന്നെ ആ വീടിനോട് ഇഷ്ടവും സ്നേഹവുമുള്ള മറ്റുള്ളവരുടെ മാനസികാവസ്ഥയും സത്യം ഒന്ന് മനസ്സിലാക്കണം. അതിലൊരാളാണ് വിഷ്ണുവേട്ടൻ. എന്തൊക്കെ ഉണ്ടായാലും ഇനി സ്വർണം കൊണ്ട് മറ്റൊരു സ്വപ്ന ഗോപുരം പണിത് മുന്നിൽ വെച്ചു കൊടുത്താലും ഓടിച്ചാടി നടന്നു വളർന്ന സ്വന്തം മണ്ണ് നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായ വേദന അതൊരിക്കലും അണയാത്ത വെളിച്ചമായി ഇന്നും വിഷ്ണുവേട്ടന്റെ മനസ്സിലുണ്ട്. പിന്നെ വന്നു കയറിയ ഞങ്ങൾക്കും, എനിക്കും ശ്യാമയ്ക്കും, ഞങ്ങൾക്ക് ആ വീട്ടിൽ എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടായാലും അത് ഞങ്ങൾക്ക് ഭൂമിയിലെ സ്വർഗം തന്നെയായിരുന്നു. ഒരിക്കൽ കൂടി ആ വീടിന്റെ മുറ്റത്ത് അച്ഛനെ എല്ലാ അധികാരത്തോടും കൂടി കാണണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചത് ഒരു തെറ്റാണോ സത്യാമ്മ? സത്യാമ്മ ഇവിടെ ഇങ്ങനെ ഒരു വീട്ടില് ജീവിച്ച് കാണാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ പഴയ പ്രതാപത്തിലും തന്റെ ഇടത്തിലും ആ വീട് ഭരിക്കുന്ന വീട്ടമ്മയായിട്ട് കാണാനാ ഞങ്ങളിത് തിരിച്ചു വാങ്ങിച്ചത്. അതെ സത്യാമ്മേ, ചെയ്തു കൂട്ടിയ തെറ്റുകൾക്ക് എനിക്ക് മാപ്പ് തരണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ തെറ്റ് തിരുത്തി വന്ന എന്നെ ഇനിയെങ്കിലും ശപിക്കാതിരുന്നുകൂടെ? നിയന്ത്രിക്കാൻ ആരുമില്ലാതെ പോയ ഒരനാഥന്റെ അപേക്ഷ സത്യാമ്മേ, കാലി വീണുള്ള ഈ അപേക്ഷ. രോഹിത്തെ, എണീക്ക്. എണീക്കടാ. ഞാനാ പറയുന്നേ, എണീക്കാൻ. മക്കളെ, ഇത് ഞാൻ വാങ്ങിച്ചോളാം. മക്കളെ, ഞാനിത് സന്തോഷത്തോടെ തന്നെയാ മേടിക്കുന്നതേ, അഭിമാനത്തോടെ തന്നെയാ സ്വീകരിക്കുന്നതേ. എന്റെ മക്കളുമാരിങ്ങനെയൊന്ന് സങ്കടപ്പെടണ്ട. വിഷ്ണു വന്നിട്ടും ആലോചിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. ഇങ്ങനെ നിൽക്ക് മോളിങ്ങനെ നിൽക്കും. ആർക്കും വേണ്ടെങ്കിലും അച്ഛനാണിത്. ഭഗവാനെ,